ഒരിടത്ത് വളരെ മോശം സ്വഭാവമുള്ള ഒരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു. അവൻ എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു. എങ്ങനെയും ഈ ചീത്ത സ്വഭാവം മാറ്റിയെടുക്കണമെന്ന് അവൻ്റെ പിതാവ് തീരുമാനിച്ചു. ഒരു ദിവസം അദ്ദേഹം അവനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. കുറച്ച് ആണിയും ഒരു ചുറ്റികയും കൊടുത്തു. എന്നിട്ട് അടുത്തുള്ള ഒരു മേശ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഓരോ ആണി വീതം ഈ മേശയിൽ അടിക്കുക. ആദ്യത്തെ ദിവസം അവൻ ആ മേശയിൽ 37 ആണികൾ അടിച്ചു. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവൻ ക്രമേണ കോപം നിയന്ത്രിക്കാൻ തുടങ്ങി. അവൻ മേശയിൽ അടിച്ചുകൊണ്ടിരുന്ന ആണികളുടെ എണ്ണവും പതുക്കെ കുറഞ്ഞു വന്നു. ആണി മേശയിൽ അടിക്കുന്നതിനേക്കാൾ എളുപ്പം തനിക്ക് തൻ്റെ കോപം നിയന്ത്രിക്കാൻ കഴിയും എന്ന് അവന് മനസ്സിലായി. ഒടുവിൽ ദേഷ്യം ഒട്ടും വരാത്ത ഒരു ദിവസം വന്നു. അവൻ തൻ്റെ അച്ഛനോട് വർത്തമാനം പറഞ്ഞു. ഇനി ദേഷ്യം ഒട്ടും വരാത്ത ദിവസങ്ങളിൽ ഓരോ ആണി വീതം മേശയിൽ നിന്നും പുറത്തെടുക്കാൻ പിതാവ് അവനോട് പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ എല്ലാ ആണികളും പോയി എന്ന് അവന് അച്ഛനോട് പറയാൻ സാധിച്ചു. പിതാവ് മകനെ കൈപിടിച്ച് മേശ കിടന്ന മുറിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവനോട് പറഞ്ഞു, എൻ്റെ മോനെ, നീ നന്നായി ചെയ്തു. പക്ഷേ മേശയിലെ ഈ കുഴികൾ നോക്കൂ. അത് പഴയതുപോലെയാണോ? ഇതുപോലെയാണ് നിങ്ങൾ ദേഷ്യത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ അത് മറ്റുള്ളവരിൽ ഇതുപോലെ ഒരു മുറിവ് ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് ഒരു മനുഷ്യനെ വാക്കുകൊണ്ട് വേദനിപ്പിക്കുകയും പിന്നീട് ക്ഷമ ചോദിക്കുകയും ചെയ്യാം. പക്ഷേ അവരിൽ നിങ്ങളുണ്ടാക്കുന്ന മുറിവ് മേശയിലെ ഈ കുഴികൾ പോലെ അവിടെ തന്നെ ശേഷിക്കും. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ചെയ്യുന്ന ഈശ്വരാരാധനയെ നമ്മുടെ ദേഷ്യം കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ നിഷ്ഫലമാക്കും. അമ്മയെ ആരാധിക്കുന്ന ഭക്തർക്ക് കോപം ഒരിക്കലും ഭൂഷണമല്ല. കരുണാവാരിധിയായ അമ്മയുടെ ലളിതാ സഹസ്രനാമത്തിലെ 37 നാമമായി വശിന്യാദി വാഗ്ദേവതകൾ കണ്ടെത്തിയ നാമമന്ത്രമാണ് അരുണാരുണ കൗസുംഭവസ്ത്രഭാസ്വത്കടീതടീ എന്നത്. അരുണാരുണ വർണ്ണമായ സൂര്യൻ്റെ സാരഥിയായ അരുണനെപ്പോലെ അരുണവർണ്ണമായ എന്നു. അരുണ എന്ന വാക്ക് ഇവിടെ 2 പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അധികം ചുവപ്പു നിറമുള്ള എന്നും അർത്ഥം വരും. കൗസുംഭ വസ്ത്രം കൊണ്ട്, കുയുമ്പപ്പൂവിൻ്റെ നിറമുള്ള വസ്ത്രം കൊണ്ട്, ഭാസ്വത്തായ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന, കടീതടിയോട് മധ്യപ്രദേശത്തോടു കൂടിയവൾ എന്നാണ് അർത്ഥം. കടും ചുവപ്പു നിറമുള്ള പട്ടുവസ്ത്രത്താൽ ശോഭിക്കുന്ന കടിപ്രദേശത്തോട് കൂടിയവൾ. ഓം അരുണാരുണ കൗസുംഭവസ്ത്രഭാസ്വത്കടീതട്യൈ നമഃ. ഓം ഓം ഹ്രീം അരുണാരുണ കൗസുംഭവസ്ത്രഭാസ്വത്കടീതട്യൈ നമഃ. ദരിദ്രരായിട്ടുള്ള സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും വൃദ്ധരായ സ്ത്രീകൾക്ക് കഴിവിനൊത്തവണ്ണം വയറു നിറയെ ഭക്ഷണവും വസ്ത്രവും നൽകുക. ജഗദീശ്വരിയുടെ അംശമായി കണ്ട് അവരെ ആദരിക്കുക. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം അവർക്ക് ഭക്ഷണവും വസ്ത്രവും എല്ലാം നൽകുവാൻ. എത്ര വലിയ കടുത്ത ആഭിചാര പ്രയോഗങ്ങളും അതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മാറുകയും അമ്മയുടെ കൃപാകടാക്ഷങ്ങൾക്ക് പാത്രീഭൂതരാവുകയും ചെയ്യും. ഭക്ഷണവും വസ്ത്രവും നൽകുമ്പോൾ അവർ എങ്ങനെ സന്തോഷിക്കുന്നുവോ അതുപോലെ നമ്മുടെ വീട്ടിലും എല്ലാ കഷ്ടതകളും മാറി സന്തോഷവും സമാധാനവും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. രത്നകിങ്കിണികാരമ്യരശനാദാമഭൂഷിത. രത്നകിങ്കിണികൾ ചേർത്തിട്ടുള്ള രമ്യമായ മനോഹരമായ രശനാദാമത്താൽ അരഞ്ഞാൻ ചരടിനാൽ ഭൂഷിതയായവൾ, അലങ്കരിക്കപ്പെട്ടവൾ, ചെറിയ രത്നമണികളെ കൊണ്ട് മനോഹരമായിരിക്കുന്ന അരഞ്ഞാണുകൊണ്ട് അലങ്കരിക്കപ്പെട്ടവൾ എന്നാണ് ലളിതാ സഹസ്രനാമത്തിലെ 38ാമത്തെ ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. അരഞ്ഞാണിലും മറ്റും തൂക്കിയിടുന്ന കുഞ്ഞുമണികളാണ് കിങ്കിണികൾ. കിലുങ്ങുന്നതിനു വേണ്ടി അവയ്ക്കുള്ളിൽ തരികളും ഉണ്ടായിരിക്കും. അമ്മയുടെ ഈ അരഞ്ഞാച്ചരടിൽ തൂക്കിയിട്ടിട്ടുള്ള കിങ്കിണികളുടെ അകത്തെ തരികൾ രത്നങ്ങളായതുകൊണ്ടാണ് രത്നകിങ്കിണികാരമ്യ എന്ന് വശിന്യാദി വാഗ്ദേവതകൾ പറഞ്ഞിട്ടുള്ളത്. ഓം രത്നകിങ്കിണികാരമ്യരശനാദാമഭൂഷിതായൈ നമഃ. ഓം ഓം ഹ്രീം
രത്നകിങ്കിണികാരമ്യദശനാദാമഭൂഷിതായൈ നമഃ. മുൻപ് പറഞ്ഞ നാമത്തിൽ നൽകിയിട്ടുള്ള അതേ ഗുണഫലങ്ങൾ തന്നെയാണ് ഈ നാമവും പ്രദാനം ചെയ്യുന്നത്. ഈ മന്ത്രം ജപിച്ച് കൊച്ചുകുട്ടികൾക്ക് അരയിൽ ചരട് കെട്ടിക്കൊടുത്താൽ അവർക്ക് ബാലാരിഷ്ടതകളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ മുലപ്പാൽ നൽകുമ്പോൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ബാലാരിഷ്ടതകളും രോഗങ്ങളും ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നും അമ്മ ഈ കുഞ്ഞിനെ സംരക്ഷിക്കും എന്നും ഒരു മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടുത്ത നാമം നോക്കാം. കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്യുത. വശിന്യാദി വാഗ്ദേവതകൾ അമ്മയുടെ തുടകളെയാണ് ഈ നാമത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. കാമേശനാൽ മാത്രം ജ്ഞാതമായ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട, സൗഭാഗ്യവും മാർദ്ദവവും സൗന്ദര്യവും മൃദുത്വവും ഉള്ള, ഊരുദ്വയത്തോട് രണ്ട് തുടകളോട് കൂടിയവൾ. കാമേശ്വരനു മാത്രം അറിയുന്ന സൗന്ദര്യവും മൃദുത്വവും ഉള്ള രണ്ട് തുടകളോട് കൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. കാമേശ്വരനു മാത്രം അറിയാവുന്ന എന്ന വാചകം കൊണ്ട് അമ്മയുടെ പാതിവൃത്യ നിഷ്ഠയാണ് ഈ മന്ത്രത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഓം കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിതായൈ നമഃ. ഓം ഓം ഹ്രീം കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിതായൈ നമഃ. ഈ മന്ത്രം കൊണ്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ഐശ്വര്യസിദ്ധി ഉണ്ടാകുന്നതാണ്. അതുപോലെ ഭുവനേശ്വരി ദേവിയെയും ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാം. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ലളിതാപരമേശ്വരി ദേവിയെ ഉദയസൂര്യനിൽ ധ്യാനിച്ച് സ്ത്രീകൾ ഋതുമതികളാകുമ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യവും ആരോഗ്യവും വർദ്ധിക്കുമെന്നും ഏതാനും തുളസിയിലയിട്ട് വെള്ളം തിളപ്പിച്ച് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വെറും വയറ്റിൽ കുടിച്ചാൽ ആർത്തവ സംബന്ധമായിട്ട് ഉണ്ടാകുന്ന അമിതമായ വേദനയും അസ്വസ്ഥതയും കുറഞ്ഞു കിട്ടുമെന്നും മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജഗദീശ്വരിയായ ലളിതാ പരമേശ്വരി ദേവിയുടെ ഈ നാമമന്ത്രങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന സമയത്ത് അമ്മയുടെ സാമീപ്യം, അവിടുത്തെ പറഞ്ഞറിയിക്കാനാവാത്തത്രയും അമ്മയിൽ നിന്നും പുറപ്പെടുന്ന ഗന്ധമെല്ലാം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്നും കിട്ടുന്ന ഏറ്റവും അമൂല്യമായിട്ടുള്ള അനുഭവം, സമ്പത്ത് എല്ലാം. ജഗദംബിക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.